ചില വിഷയത്തിലൊക്കെ ചിലര് എനിക്ക് ദോഷം ചെയ്തവരും പറഞ്ഞവരും ഒക്കെ ഉണ്ട്. ഞാൻ അവരോട് വളരെ വിനയമായിട്ട് ഇടപെടും. ചിലപ്പോൾ ഈ ഷിനു ഇവരുമൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനൊക്കെ അവൻ പോകാൻ പറ. ഞാൻ പറഞ്ഞ അങ്ങനല്ല. അവൻ ചിലപ്പോൾ കയറി ഉടക്കും. എന്തിനാ അച്ഛൻ അവനുമായിട്ട്? എടാ, നമ്മുടെ പ്രമാണം അതാ. തിന്മയെ തിന്മ കൊണ്ടല്ല, എനിക്ക് ധാരാളം ആൾക്കാർ ഒരു സെന്ററില്ല, തമ്മിൽ മിണ്ടുകയില്ല. എന്നിട്ട് ആ കർത്തൃമേശയുടെ സമയത്ത് നിന്ന് ഇങ്ങനെ വൈബ്രേഷൻ ഇവനന്നേരം ഉള്ളപ്പനി പിടിച്ച പോലെ നിൽക്കും. ഇവൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ നടന്നു വരുന്ന പകൽ യോഗങ്ങളും രാത്രി യോഗങ്ങളും സഭയ്ക്കും കടന്നു വരുന്നവർക്കും എല്ലാവർക്കും അനുഗ്രഹമാകുവാൻ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇതിന് മുഖാന്തരമായ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ. ഈ മീറ്റിങ്ങിനെ പറ്റി ഏറെ നാളുകൾക്ക് മുമ്പ് വാത്സല്യ സഹോദരൻ കൊച്ചുമോൻ വിളിച്ച് ഓർപ്പിക്കുകയും ആ വിഷയം ഓർത്ത് പ്രാർത്ഥിപ്പാനും ഇടയായി. ഇന്ന് രാത്രിയിലും ഇവിടെ ഓർപ്പിച്ചതുപോലെ അവിടുന്ന് അനുവദിച്ചാൽ നാളെ രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിപ്പാനാണ് താല്പര്യപ്പെട്ടായിരിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ യാത്രയും ശുശ്രൂഷയും പകലും വൈകിട്ടുമൊക്കെ ഉള്ളത് കൊണ്ട് തൊണ്ടയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ദൈവകൃപയിൽ ശരണപ്പെട്ട് ഈ രാത്രി നമുക്ക് തിരുവചനം ധ്യാനിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവെടുത്താണത്. മൈക്കിൽ കൂടെ വായിച്ചാൽ നല്ലതായിരിക്കും. മൈക്കിൽ കൂടെ വായിക്കും. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവെടുത്ത. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. അടുത്തത്, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പരീക്ഷയോടുകൂടെ അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഈ വചനത്തെ അടിസ്ഥാനമാക്കി തിരുവചനത്തിൽ നിന്ന് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. അവിടുന്ന് അനുവദിച്ചാൽ നാളെ രാത്രിയിൽ ഏറെ സമയം വചനം ധ്യാനിപ്പാൻ അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തിരുവല്ല സഭയിൽ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. ഇന്ന് മുതൽ 24 വരെ 10 ദിവസം. അപ്പം കൂടെയുള്ള കർത്തദാസന്മാർ ചിലർ ഇന്നില്ലാഞ്ഞതുകൊണ്ട് ആ ശുശ്രൂഷകളുമൊക്കെ ലീഡ് ചെയ്യുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. അവിടുത്തെ പ്രാർത്ഥനയും രീതിയും അല്പം വ്യത്യാസമാണ്. ജെയ്സനുമൊക്കെ അറിയാം. അതിൻ്റെ കാരണം രാവിലെ 10 മണിക്ക് യോഗം തുടങ്ങി 3 മണി വരെയാണ് യോഗം. അപ്പം ആ രീതിയിൽ കൂടുന്നവരാണ് അവിടെ വരുന്നതും. മെനക്കേട് കേസുകൾ വരികയല്ല. 12:30 ബൈബിളിൻ്റെ സിബിടുന്നവരൊക്കെ വീട്ടിൽ ഇരിക്കുകയുള്ളൂ. തീരെ പരുവക്കേടുകാരും വരാറില്ല. എന്നാൽ താല്പര്യമുള്ളവർ വരും. അവർ ഉപവസിക്കുന്നവർ പൂർണ്ണമായിട്ടിരിക്കുന്നവരുണ്ട്, ഭാഗികമായിട്ടിരിക്കുന്നവരുണ്ട്. അവിടെ കൂടുതലും പ്രാർത്ഥനയും ആരാധനയും വചന ശുശ്രൂഷ. ഇപ്പം മിക്കയിടങ്ങളിൽ ചടങ്ങാണ് എല്ലാവരും നടത്തുന്നത്, നമ്മളും നടത്തുന്നു. കാരണം ആ ചടങ്ങെന്ന് പറയാൻ നമുക്കിപ്പോൾ എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത് നടത്തിയില്ലെങ്കിലും പണ്ട് ഒരു യോഗം നടത്തുന്നത് എങ്ങനെയാണെന്നുള്ള ചിന്താഭാരമാണ്. കാരണം പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഫണ്ടിനകത്ത് കാശുള്ളത് കൊണ്ട് അതെങ്ങനെ എടുക്കുന്നെന്നുള്ളതാണ്. കുറച്ചെടുക്കണോ കൂടുതലെടുക്കണോ, എടുത്താൽ ഇത് എങ്ങനെ ആകും, ഇതൊക്കെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലൊക്കെയാണ്. കാരണം ഇപ്പം നമുക്കെല്ലാം ഉണ്ട്, ദൈവം അതെല്ലാം തന്നു. ആട്ടെ, ഞാൻ തൊടുകൈക്ക് കയറി
മണ്ടയൊടിക്കുന്നില്ല, നാളെയും കൂടെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ശാന്തമായിട്ട് വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പം നാളെ ദൈവം അനുവദിച്ചാൽ ഇച്ചിരിയേറെ സമയം ദൈവവചനം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞു, ഇനി ഒരു വിഷയം പ്രസംഗിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നോക്കട്ടെ, നടത്തിപ്പുണ്ടെങ്കിൽ ആ ഭാഗം സംസാരിക്കാം. അപ്പം ദൈവം അനുവദിച്ചാൽ നാളെ ആ ഭാഗത്ത് നിന്ന് സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന് മഹത്വം. ഇന്ന് ചില ലളിതമായ ചില ചിന്തകൾ നമുക്ക് അയവിറക്കാം. നാളെ അപ്പോൾ ഇച്ചിരിയേറെ സമയം ലഭിച്ചാൽ നന്നായിരിക്കും. അപ്പം നാളെ ഞാൻ സംസാരിക്കുമ്പം ഓർത്തോണം, ഇന്ന വിഷയമാണ് പറഞ്ഞത്, ആളാരാന്നൊന്നും പറയുകയല്ല. അല്ലെ നിങ്ങൾ പുള്ളി എടുത്തിട്ട് കളയ്ക്കും, തനിക്ക് എന്നാത്തിൻ്റെ ദീനമായ അയാളോട് ഇതെല്ലാം കൂടെ അപ്പം അത് പറയും. അതുകൊണ്ട് വേണ്ട, ആളിനെ പറയുന്നില്ല, വിഷയമാണ്. അപ്പം ദൈവം അതിന് നമുക്ക് വിശേഷ കൃപ നൽകട്ടെ. ഇന്ന് രാത്രി നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് വളരെ ലളിതമായി നമുക്ക് തിരുവചനത്തിന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായി വായിച്ചത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ്. ഒരിക്കൽ കൂടി സഹോദരി ആ വാക്യം വായിച്ച് സഹായിച്ചാട്ട് നന്നായിട്ട് വായിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി വായിക്കാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. നദീതയാൽ ദേവൻ ദത്താക്കിനാൻ നമ്മെ. ചാവിനവകാശത്തിൽ നദീതയാൽ ദേവൻ ദത്താക്കിനാൻ നമ്മെ. ചാവിനവകാശത്തിൽ നദീതയാൽ ദേവൻ ദത്താക്കിനാൻ നമ്മെ. ചാവിനവകാശത്തിൽ നദീതയാൽ ദേവൻ ദത്താക്കിനാൻ നമ്മെ. ശാപം അകന്ന പുതുഭൂമ ഞങ്ങളിൽ സദാ. ശാപമകന്ന പുതുഭൂമ ഞങ്ങളിൽ സദാ. ശാപമകന്ന പുതുഭൂമ ഞങ്ങളിൽ സദാ. മേവുന്നതിനാൽ നിത്യ വീര ഉമ്മാൻകളിന്ന് ദേവജന സമാജമേ. നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ. കല്ലുകളിൽ വരച്ചതാം ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്ന ഈ നമ്മെ.
അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തതയ. അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തതയ. അല്ലൽ കൂടാതെ തന്റെ തുല്യം ഇല്ലാത്തതയ. ഉള്ളിൽ കണ്ടെത്തി പൊതുവുള്ള പകനാനം ദേവജന സമാജമേ. നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. നിങ്ങളശേഷം ജീവനാഥനെ സ്തുതിപ്പിൻ. നിങ്ങളശേഷം ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് ചില കാര്യം തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവെടുത്താണ് തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാന വാക്യമായിട്ട് വായിച്ചത്. ഈ വാക്യം എല്ലാവർക്കും മനഃപ്പാഠമാണ്, കുടിക്കുന്ന എല്ലാവർക്കും കാണാപാഠമാണ്. അതുകൊണ്ട് വേറെ പുസ്തകം പോലും തുറക്കുന്നില്ല, അറിയാം. അതുകൊണ്ട് എല്ലാവർക്കും അറിയും. ഇനിയിപ്പോൾ തുറക്കുകയും വേണ്ട, അതങ്ങനെ ഇരിക്കട്ടെ. ഏതായാലും മാന്യ സഹോദരി തുറന്ന് വായിക്കുന്നല്ലോ, വലിയ കാര്യം. അപ്പം ഇനി പറയാൻ പോകുന്നത് എന്താണെന്നും അറിയാം. അതും ആ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ എനിക്കറിയാം. അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ഓർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഉണർത്തുക. ഇപ്പം നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ ചോദിക്കും, ഇതാണോ വലിയ കാര്യമായിട്ട് വന്ന് പറഞ്ഞേ? ഈ നമുക്ക് ഒരു പുസ്തകം തന്നെയുണ്ട്, ആവർത്തനം. ഒരു പുസ്തകം തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ആവർത്തിക്കുക. ഇതെല്ലാം നേരത്തെ സംഭവിച്ചതും നടന്നതും അനുഭവിച്ചതും അറിഞ്ഞതുമാണ്. എന്നാലും ഒന്നുകൂടെ ആവർത്തിക്കുക. അപ്പം ചൊല്ലി എന്തൊക്കെയും അത് പഴയ നിയമത്തിലല്ലയോ ആവർത്തനം, പുതിയ നിയമത്തിലും ആവർത്തിക്കുന്നുണ്ട്. ആണ്ട ഫിലിപ്പിയ ലേഖനം 3:1 വായിച്ചേ, 4:1 വായിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. 3:1. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ പിന്നെയും. അപ്പൊ ആവർത്തനമാണ്, പിന്നെയും. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതാ. നിങ്ങൾ കർത്താവിൽ, ഒന്നുകൂടെ വായിച്ചേ മോളെ. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അപ്പൊ കർത്താവിൽ സന്തോഷിക്കണം. ഇത് നേരത്തെ ഒത്തിരി പറഞ്ഞതാ. എന്നിട്ട് പറയാ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് എഴുതുക. പിന്നെയും ആവർത്തനമാണ്. കാരണം സന്തോഷിക്കാൻ നേരത്തെ ഒത്തിരി പറഞ്ഞു, ഒരെണ്ണം സന്തോഷിക്കുന്നില്ല. ചിലരെ സന്തോഷമുണ്ടെന്ന് പറയുകയും ചെയ്യും, മുഖം വീർത്ത് കെട്ടിയിരിക്കുക. അപ്പോൾ സന്തോഷിക്കണം, അത് പിന്നെയും പറയാം. അപ്പം ആവർത്തനം തെറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്നുകൂടെ ആവർത്തിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. കൊരിന്തിലെ വിശ്വാസികൾ മറ്റ് വിശ്വാസികളെ പോലല്ല. ഇവർ വളരെ മിടുക്കരും പ്രഗത്ഭരും വളരെ കഴിവുള്ളവരും വളരെ ആത്മീക തറമുള്ളവരാ. എന്താ ഇവരുടെ വിശേഷത? 1:4 നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം. അപ്പൊ നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം എന്ന് പറഞ്ഞാൽ കൊരിന്തിലെ വിശ്വാസികൾ കൃപയുള്ളവരാ. എല്ലാവർക്കും കൃപയുണ്ട്. അല്ല, ഇന്ന് രാത്രി ബേർഷേബയിൽ ഇരിക്കുന്ന എല്ലാവർക്കും കൃപയുള്ളവരാ. കൃപയുള്ളത് കൊണ്ടല്ലേ ഇതിനകത്ത് ഇരിക്കുന്നേ. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കൃപയുള്ളവരാ. കൃപയില്ലാത്ത ഒരാൾക്ക് ഇതിനകത്ത് ഇത്രയും നേരം ഇരിക്കാനൊന്നും ഒക്കത്തില്ല.
അപ്പോൾ കൊരിന്തിലെ വിശ്വാസികൾ എല്ലാവരും കൃപയുള്ളവരാ. കൃപ ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം. അടുത്തത്, ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ഈ കൊരിന്തുകാരിയെ ഓർക്കുമ്പോഴെല്ലാം പൗലോസിന് സ്തോത്രം ചെയ്യുവാൻ വലിയ പ്രേരണയുണ്ട്. ലോക്കൽ സഭയിലെ വിശ്വാസികളെ ഓർക്കുമ്പോഴെല്ലാം ആ സഭയിലെ ശുശ്രൂഷകനെ സ്തോത്രം ചെയ്യാൻ പ്രേരണ വർദ്ധിക്കണം. നമ്മുടെ പേര് പറയുമ്പോഴേ പുള്ളിക്ക് സന്തോഷം ഉണ്ടായിരിക്കണം. നമ്മുടെ പേര് പറയുമ്പോൾ ഏതാ ശുശ്രൂഷകന് ഈ രണ്ട് വശമുണ്ട്. മിക്കയിടത്തും മിക്ക ശുശ്രൂഷകർക്ക് എല്ലാവരുടെയും ഒന്നും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല. കാടടച്ച് വെടിവെക്കുക, താവേ നിന്റെ ജനത്തെ നിന്റെ കരങ്ങളിലോട്ട്. അത് നല്ല കാര്യമാണ്, വലിയ കാര്യമല്ലേ. ഈ മെഗാ ചർച്ചിലുള്ള ഒരെണ്ണത്തിൻ്റെ പേര് പോലും അവിടുത്തെ നടത്തിപ്പുകാർക്ക് ആൾക്കാരിങ്ങനെ ഇഷ്ടം പോലെ വന്ന് കമ്പത്തിൽ നിന്ന് കാളെ ഇറങ്ങും പോലെ തള്ളി പോകുന്നതല്ലാതെ ഇതേതാണെന്നോ എന്തോ ആണെന്നോ ഒന്നും വലിയ വെളിവില്ല. പിന്നെ ഇവർക്ക് പിന്നെ സ്വോത്രകാഴ്ച കിട്ടുന്നുണ്ട്, അത് മേടിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതെന്തുവാണെന്നും സന്ദർഭം വന്നുകൊണ്ട് പറയാം. ഒരു പ്രഗത്ഭനായ മനുഷ്യനെ ഭക്ഷണത്തിന് ഹോട്ടലിൽ കയറി, വലിയ ശുശ്രൂഷകനാണ്, പേര് പറഞ്ഞാൽ അറിയാതുകൊണ്ട് പേര് പറയുന്നില്ല. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം വേറൊരു ഫാമിലി അവിടെ ഭക്ഷണത്തിന് വന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഇദ്ദേഹം അവരെ നോക്കി, അവർ ഇദ്ദേഹത്തെ നോക്കി. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ആ ഫാമിലി വന്ന് പരിചയപ്പെട്ടു. അപ്പം ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വിശ്വാസമാർഗം? അയ്യോ, ഞങ്ങൾ വിശ്വാസമാർഗത്തിലാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, എവിടാന്ന് ചോദിച്ചു. അവൻ പുള്ളി പറഞ്ഞു, പാസ്റ്ററുടെ സഭയിലാന്ന് പറഞ്ഞു. പാസ്റ്ററുടെ സഭയിൽ. അപ്പോൾ ചോദിച്ചു, അടുത്ത കാലത്ത് വന്നെന്നാ? ഇല്ല, 7 കൊല്ലമായിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ വേറെ സ്ഥലം ഒന്നും പറഞ്ഞു, 7 കൊല്ലമായിട്ട് ഇവരുടെ സ്വോത്രകാഴ്ച മേടിക്കുക, ഇന്ന് വരെ അവരെ അറിയത്തുമില്ല. അങ്ങനെയുള്ള ഒത്തിരി മിടുക്കന്മാരുണ്ട്. നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കും ഉള്ള കാര്യം. പല ആൾക്കാർ അവിടെ ചെല്ലുന്നവരെയൊന്നും അവർക്കാർക്കും അറിയത്തില്ല. എബ്രായ ലേഖനം പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുക, അവര് കണക്ക് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരെയും ഓർത്തും സ്തോത്രം ചെയ്യണം. അല്ല, ഞാൻ കണ്ണങ്ങടച്ച് തിരിഞ്ഞു നിൽക്കാം. അപ്പം അങ്ങനെ സഭയിലെ എല്ലാ വ്യക്തികളുടെയും പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യുന്ന കർത്തൃദാസന്മാർ മാത്രം കൈ ഉയർത്തി 1 സെക്കൻഡ് അങ്ങ് ഉയർത്തി ഒരു ഹല്ലേലൂയ അങ്ങ് നീട്ടി പറഞ്ഞു. ആ, ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചിലക്ക് അറിയത്തില്ല എത്ര മെമ്പർ ഉണ്ടെന്നോ അതാരൊക്കെയാണെന്നോ ഒന്നും അറിയത്തില്ല. ചില ഇടങ്ങളിൽ എല്ലാവർക്കും ടൗൺ സഭ വേണം താനും. വലിയ സഭ, സ്ഥലം മാറ്റത്തിന് കിടന്ന് അങ്ങനെ ചക്രശ്വാസം വലിക്കുക, തന്നില്ലേ വലിയ പ്രശ്നമാണ്. പിന്നെ മൂക്കത്ത് കൈവൊക്കെ വെച്ച് ദാനികൾ പറഞ്ഞ ഉള്ള കാര്യമായി പറ. ഉള്ള കാര്യം ഉടക്കാനൊന്നും അല്ല പറഞ്ഞത്, ഉള്ള കാര്യമായി പറഞ്ഞു. പലർക്കും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാ. ദൈവത്തിന് മഹത്വം. ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയാം, എല്ലാ ദിവസവും ഞങ്ങളുടെ അവിടെ കൂടി വരുന്ന എല്ലാവരുടെയും പേര് പറഞ്ഞത് പ്രാഗൽഭ്യം ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കും അങ്ങനെ പ്രാഗൽഭ്യം ഉണ്ടല്ലോ. അത് എല്ലാവരുടെയും പേര് പറഞ്ഞ് പേരായിട്ട് പറയും ഓരോരുത്തർ. അവിടെ ഒരു 100 ചില്ലുവാനും പേര് വരുന്നുണ്ട്. പിന്നെ അല്ലാതെയും കുറേ പേര് എൻ്റെ ലിസ്റ്റിലുണ്ട്. എല്ലാം കൂടെ ഒരു 350 എണ്ണത്തിൻ്റെ പേര് പറയും. അതിലെനിക്ക് നല്ല ഓർമ്മയാണ്. സ്തോത്രം. നമ്മുടെ വിഷയം പ്രാർത്ഥിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം. അതെ, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം. ഈ സെൻറ്ററിൽ എത്ര ലോക്കൽ സഭയുണ്ട്? എത്ര ലോക്കൽ സഭയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നവരുണ്ട്? സെൻട്രൽ കൺവെൻഷൻ വരുമ്പം മുടുത്ത ബാഡ്ജും കുത്തി ഇങ്ങനെ ടാറ്റ അടിച്ച് നിൽക്കുന്ന കാണാം. ഉള്ള കാര്യമായി പറയുന്നത്. മിക്കവാറും നാളത്തെ വിഷയം വെട്ടേണ്ടി വരും. ഇന്നുകൊണ്ട് തന്നെ വിഷയമാകും. മേഖലാ കൺവെൻഷൻ, മേഖലയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും അല്ലെങ്കിൽ ഉള്ളവര് മേഖലയിലുള്ളവരെ എല്ലാം ഓർത്തൊന്ന് സ്തോത്രം ചെയ്യണം.
സ്ഥാനത്തിനും കസേരയ്ക്കും ഭയങ്കര അടിപിടിയാ. സ്ഥാനം കിട്ടാൻ, കസേര കിട്ടാൻ ഭയങ്കര അത്യാർത്ഥിയാ. അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ സ്ഥാനത്ത് കയറുമ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പണ്ടൊരാൾ പറഞ്ഞ പോലെ ഈ വണ്ടി അധികം ഓടുകയില്ലായിരിക്കും. ദൈവത്തിന് മഹത്വം. നമ്മളെല്ലാം കുറ്റമല്ലി പറയുന്നത്, കണക്ക് കൊടുക്കണം, കണക്ക് കൊടുക്കണം. അതെ, ഭാഗം അങ്ങ് വിടുക. ഒന്ന്, കൊരിന്ത് വിശ്വാസികൾ നല്ല കൃപയുള്ളവരാ, നല്ല കൃപയാ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ഇനി ഇവരുടെ വിശേഷത അടുത്തത്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ഇവര് സാക്ഷിയുള്ളവരാ, സാക്ഷ്യം പറയുകയും ചെയ്യും, സാക്ഷ്യമുണ്ട്. നമ്മളും അങ്ങനല്ലേ, നന്നായിട്ട് സാക്ഷി പറയുന്ന ആൾക്കാരുണ്ട്. ചിലക്ക് നല്ല അനുഭവങ്ങളാണെങ്കിലും പറഞ്ഞ് വലിപ്പിക്കാൻ അറിയാത്തവരുണ്ട്. നല്ല സാക്ഷ്യം അത് പറഞ്ഞ് വലിപ്പിക്കാൻ ചിലക്ക് ഒന്നുമില്ലേലും പറഞ്ഞുകൊണ്ട് ഒപ്പിക്കുന്നത്. അയ്യോ, നല്ല ചേരുമ്പടിയൊക്കെ ചേർത്ത്. അപ്പൊ ഇവര് കൊരിന്തിലെ വിശ്വാസികൾ അതിനൊക്കെ നല്ല മിടുക്കരാ. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, ഇവര് എല്ലാത്തിലും നമ്പർ 1, സകലത്തിലും. വിശേഷാൽ സകല, എടുത്തു പറയാ, വിശേഷാൽ സകല വചനത്തിലും. വചനത്തിൽ നല്ല തിട്ടമാ കൊരിന്ത് വിശ്വാസികൾക്ക്. ദൈവവചനമൊക്കെ നന്നായിട്ട് അറിയാം. അത് അടുക്കടുക്കായിട്ട് ഇവർക്കറിയാം. വചനത്തിൽ ഭയങ്കര പരിജ്ഞാനമാണ്. നമ്മുടെ ഇടയിലും അങ്ങനെ വചനതിട്ടമുള്ള ധാരാളം ആൾക്കാരുണ്ട്. എനിക്ക് അവരെ വലിയ ബഹുമാനമാണ്. കാരണം വചനത്തിൽ അധ്വാനിക്കുകയും അതിൽ തന്നെ രസിക്കുകയും അത് അയവറക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ളവരെ പൗലോസുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ളവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ടാണ് വന്ന വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ. ഉപദേശത്തിലൊക്കെ അധ്വാനിക്കുന്നവരെ ഇപ്പം വലിയ താല്പര്യമൊന്നും എല്ലാവർക്കും തെളിയിടുന്നവരെ മതി. ഉപദേശം ശരിക്കും പറയുന്നവരെയും വചനത്തിൽ ശരിക്കും അധ്വാനിക്കുന്നവരെ എല്ലാവർക്കും ഒന്നും വലിയ തൃപ്തിയൊന്നുമില്ല. സ്തോത്രം. ആട്ടെ, നാളെയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് അടങ്ങുക. അപ്പോൾ ഇവരെ ഒന്ന് കൃപയുണ്ട്, 2 സാക്ഷ്യമുണ്ട്. എന്നിട്ട് പറയുക, വിശേഷാൽ വചനത്തിലും പിന്നെ സകല പരിജ്ഞാനത്തിലും. നല്ല പരിജ്ഞാനമുള്ള വിശ്വാസികളാണ്. എല്ലാം നല്ല നമ്പർ 1 വിശ്വാസികളാണ്. പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അടുത്തത്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. കുറവില്ലാതെ. യേശുക്രിസ്തു ദരിദ്രനായി തീർന്നത് തന്നെ നമ്മളെ സമ്പന്നരാക്കാനാണ്. അതിന് ഏറ്റവും വലിയ തെളിവാ കൊരിന്ത് വിശ്വാസികൾ. ഒരു കൃപാവരത്തിലും കുറവില്ലാതെ സമ്പന്നരാ. നമ്മള് സമ്പന്നരാക്കി യേശു ദരിദ്രനായി തീർന്ന് നമ്മളെ കാശുകാരാക്കി കൊണ്ടു നടക്കാനാണെന്നാ ചിലരുടെ ധാരണ. അതവിടെ നിൽക്കട്ടെ. ഇവര് ആത്മീക വിഷയങ്ങളിൽ സമ്പന്നരാ, ഒരു കൃപാവരത്തിലും കുറവില്ല. അപ്പോൾ 1-ാം അധ്യായം പഠിക്കുമ്പോൾ കൊരിന്തിലെ വിശ്വാസികളുടെ വിശേഷത കൃപയുള്ളവരാണ്, സാക്ഷ്യമുള്ളവരാണ്, വചനത്തിൽ നല്ല തിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്, ഒരു കൃപാവരത്തിലും കുറവില്ല. നമ്പർ 1 വിശ്വാസികൾ. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ ആഴമെല്ലാം ഒന്ന് പരിശോധിച്ചു, ആഴമറിഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10ഉം ഒന്ന് വായിച്ചേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ആത്മാവ്, ആത്മാവ് സകലത്തെയും, ആത്മാവ് സകലത്തെയും, ദൈവത്തിന്റെ ആത്മാവ് സകലത്തെയും. എന്നിട്ട് എടുത്ത് പറയാ, ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. എല്ലാ വാക്യോട് കണ്ട ആത്മാവ് സകലത്തെയും ആഴം അറിയും. സകലത്തെയും, സകലത്തെയും. ദാവീദ് ഒരിക്കൽ പാടിയല്ലോ, നമുക്കറിയാം, ഞാൻ ഇരിക്കുന്നതും
നന്നായിട്ട് നമ്മളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. നമ്മളെ നന്നായിട്ട് ശോധന ബാക്കി ഒന്ന് വായിച്ച നമ്മൾ 139 ഇങ്ങനെയുള്ള ഭാഷന്മാരിക്കണം. കണ്ടോ? ഉടനെ പറഞ്ഞു വന്നതാണ്. ചിലടത്ത് എന്നാൽ ചില ചുമ്മാ ആനക്കോവിൽ ഉമ്മ അങ്ങ് ഇരിക്കുക. നാളെയും വന്നിരിക്കണം. പിന്നെ വായിക്കും 139 വന്നു. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചില കൺവെൻഷൻ ചെന്ന് ചുമ്മാ നിരന്നിരിക്കുക, ഒരെണ്ണം ആനക്കോവില്ല, സ്വോത്രവും പറയുകയല്ല, എന്നിട്ട് അവിടെ കിടന്ന് അടിക്കുക കസേരയ്ക്ക്. ആ പെട്ടപ്പിൽ കൂടെ തെള്ളി വരുന്ന കാണണം കയറിയിരിക്കാൻ. ഇരുന്നാ സ്വോത്രം പറയുവോ, കൈയടിക്കുവോ, പാടുവോ, ചുമ്മാ ഇങ്ങനെ വന്ന് എനിക്ക് സന്തോഷം തോന്നി. അങ്ങനെ ഇരിക്കുക. സ്തോത്രം. അപ്പോൾ 139 വായിക്കേ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. അടുത്തത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തൻ ഹൃദയ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം ദൂരത്തു. എന്റെ കുഴപ്പമാണോ മോനെ? കൊച്ചുമോനെ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തൻ ഹൃദയ നിരൂപൺ. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം ദൂരത്തു നിന്നും. പരിജ്ഞാനം ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ അറിയുന്നു. എല്ലാം അറിയുന്നത് തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആത്മാവ് അത് മതിയോ? ബാസ് കുറയ്ക്കാനോ? മോനെ ബാസ് കുറയ്ക്കാം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അതങ്ങ് മാറ്റിയൊരു കൊച്ചുമാനെ അവർക്ക് നിങ്ങൾക്ക് തടസ്സമുണ്ടോ? അവർ പറഞ്ഞിട്ടാ അവിടെ ഇരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക. ഈ പരുവത്തിന് നിൽക്കട്ടെ. നമ്മളെ നന്നായിട്ട് ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ട്. 1-ാം അധ്യായത്തിൽ കൊരിന്ത് വിശ്വാസികളുടെ വിശേഷത കൃപയുള്ളവരാണ്, സാക്ഷ്യമുള്ളവരാണ്, വചനത്തിൽ തിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്. എന്നൊരു ചേർത്ത് പറയാം, ഒരു കൃപാവരത്തിലും നമ്പർ 1 സഭയാണ്. നമ്മളും അങ്ങനെയൊക്കെ ചിലപ്പോൾ വീരസ്യമൊക്കെ പറയാറുണ്ട്. കൊട്ടാരക്കര സെൻറ്ററിൽ നമ്പർ 1 സഭയാണ് ബേർഷേബ. അല്ലാതെ അങ്ങനെ വേണം. ഇതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ വേറെ ഇല്ല. മറ്റവർ ഇത്രോളം ഒക്കുകയില്ല. ഈ സഭയെന്ന് പറഞ്ഞാൽ നല്ല വചനത്തിൽ തിട്ടമുള്ള അച്ചായന്മാർ ഇതിനകത്ത് ഉണ്ട്. പരിജ്ഞാനമുള്ളവർ കൈപോലും അടിക്കുകയില്ല. വളരെ പരിജ്ഞാനമുള്ളവർ ഇതിനകത്ത്. പിന്നെ മറ്റേ സഭയെന്ന് പറയാം എല്ലാം കിടന്ന് കൈയടിക്കുകയും ബഹളം. ഇവിടെ അങ്ങനത്തെ എല്ലാം ഓരോ കസേരയിൽ ഇങ്ങനെ വന്ന് അതൊക്കെ മിക്കത് ഫിക്സഡ് കസേരയാണ്. അങ്ങനെ കൈയടിക്കുവോ ബഹളം ഒന്നും എല്ലാം നല്ല ആണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നല്ല പരിജ്ഞാനം, ഭയങ്കര പരിജ്ഞാനമുള്ളവരാ. തന്നെയല്ല കൃപാവരത്തിലും കുറവില്ല. ഇതുപോലൊരു സഭ അനുഗ്രഹിക്കപ്പെട്ട അല്ല അങ്ങനെ പറയണം. നമ്മുടെ സഭയെ പറ്റി നമുക്കൊരു പ്രാഗൽഭ്യം വേണ്ട.
ദൈവത്തിന് മഹത്വം. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് കൊരിന്ത് സഭ. അപ്പോൾ 1-ാം അധ്യായത്തിൽ അഭിനന്ദനീയമായി ശ്ലാഘനീയമായി പൗലോസ് സഭയെ ഒന്ന് പ്രകീർത്തിച്ചു. എന്തുവാ, സഭയെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ ഇംഗ്ലീഷ് ഇരിക്കട്ടെ. അപ്പോൾ വളരെ നമ്പർ 1 സഭയാണ്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സഭയുടെ ആഴം ഒന്ന് പരിശോധിച്ചു. ഞാനും നിങ്ങളും അല്ല, നമ്മൾ പലരും നമ്മുടെ ഇരിപ്പ് കണ്ടാൽ, നോട്ടം കണ്ടാൽ, ആ ഡ്രസ്സ് കണ്ടാൽ, നമ്മുടെ ആ ശൈലി കണ്ടാൽ നമുക്കൊന്നും പിടികിട്ടുകയില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും ആഴമറിയും. ഈ ദൈവത്തിന്റെ ആഴം അറിയുന്നതാ ആത്മാവ്. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിന് ആഴമുള്ളതുപോലെ പിശാചിനും ആഴമുണ്ട്. പിശാചിന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത, അപ്പോൾ ആഴമറിയും. അവ 2-ാം അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവ് കൊരിന്ത് വിശ്വാസികളുടെ ആഴമെല്ലാം ഒന്നറിഞ്ഞു. ഏതാ? കൃപാവരമുള്ള, വചനപരിജ്ഞാനമുള്ള, ജ്ഞാനമുള്ള, കൃപയുള്ള, സാക്ഷ്യമുള്ള ഇവരുടെ ആഴമെല്ലാം ഒന്ന് അറിഞ്ഞു. വിവരിക്കുന്നില്ല അധികം. ആഴമറിഞ്ഞിട്ട് ദൈവാത്മാവിന്റെ അടുത്ത ഒരു പ്രയോഗം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്നതുപോലെയല്ല, ജഡീകന്മാരോട് എന്നതുപോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ എത്ര സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. 1-ാം അധ്യായത്തിൽ പറയാം, ഒരു കൃപാവരത്തിലും കുറവില്ല. വെളിപ്പാടുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, രോഗശാന്തിയുണ്ട്, വചനപരിജ്ഞാനമുണ്ട്, ജ്ഞാനത്തിന്റെ വചനമുണ്ട്, എല്ലാം ഉണ്ട്. കൃപയുണ്ട്, സാക്ഷ്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും 2-ാം അധ്യായത്തിൽ പറഞ്ഞ ആത്മാവ് 3-ാം അധ്യായത്തിൽ പറയാ, ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളോട് ഈ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ വചനമൊക്കെ ഉണ്ട്, പരിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്, കൃപാപരമുണ്ട്, എല്ലാം ഉണ്ട്, ഒന്നിനും കുറവുമില്ല. പക്ഷെ ഇവരോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ ചിലരെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പുള്ളി സഭയിലെ നെടുന്തൂണാ, പക്ഷേ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ, പുള്ളി പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഒടുവിൽ ആശീർവാദവും പുള്ളിക്കാ, ഇടയ്ക്കാന്നേലും പുള്ളി മുൻപോട്ട് വന്ന പുള്ളി പറയുന്നത് സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞ് പുള്ളി മിക്കപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അത് നല്ല കാര്യം. ഒറ്റ യോഗം മുടക്കുകയല്ല, അത് വലിയ കാര്യമല്ലേ. എല്ലാത്തിനും പുള്ളി മുൻപന്തിയിലുണ്ട്, പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ, ഇത് തന്നെ എവിടെയും പറഞ്ഞു. കൃപാവരമെല്ലാം ഉണ്ട്, വരങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ പറ്റുന്നില്ല. നമ്മൾ പറയത്തില്ല, ആ സഹോദരി ആത്മാവിലാകും, എന്തോ അന്യഭാഷയാണ്, പക്ഷെ പുള്ളിക്കാരോട് സംസാരിക്കുന്ന അമ്മാമ്മ വലിയ പ്രാർത്ഥനക്കാരി, ഈ സഭയിലെ ഏറ്റവും മെയിൻ പ്രാർത്ഥനക്കാരിയാണ്, പക്ഷെ പുള്ളിക്കാരിയോട് എല്ലാവർക്കും ഒരു പുള്ളി പയ്യൻ വൈപ്പിയുടെ മെയിൻ ആളാ. പിന്നെ അവൻ നന്നായിട്ട് പറഞ്ഞു, ട്രോഫിയൊക്കെ കിട്ടിയതാ ഉമ്മനാട്ടിൽ നിന്ന്. അവൻ്റെ വീട്ടിൽ ചെല്ലണമല്ലേ ഇങ്ങനെ. പക്ഷെ അവനോട് സംസാരിക്കുന്ന വളരെ, അവൻ ഇടഞ്ഞ പെശകാന്ന്. സ്തോത്രം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. എന്തേലും ഒന്ന് ചെയ്യേ. അപ്പൊ ശ്രദ്ധിക്കുക, കൃപയുണ്ട്, വചനത്തിൽ തിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. പറഞ്ഞ ആത്മാവ് പറയാ, നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ. അയ്യോ, കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ ചിലരുടെ വായിന്ന് വരുന്ന കേട്ടിട്ടില്ലേ? കൺവെൻഷന്റെ സമയത്ത് മുഴുത്ത ജിപ്പ, മുട്ടിന് താഴെയുള്ള ജിപ്പ, 4.5 മീറ്റർ തുണിക്ക് മേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണാം, സായിബാബ നിൽക്കും പോലെ.
തമാശല്ല പറഞ്ഞത്. ഇത് കഴിഞ്ഞേച്ചേ കമ്മറ്റ് കൂടുമ്പം ഇപ്പം ഒരു ദൂരോട്ട് കളഞ്ഞേച്ച് ഒരു ഒറ്റ കൊണ്ട് കൊടുത്തോണ്ട് ഇവനങ്ങ് ഇറങ്ങും. പിള്ളേരുടെ ഭാഷ പറഞ്ഞ കളത്തിലോട്ട്. കൊച്ചുമോനെ ഞാൻ പറയുന്നത് വീട് കിട്ടുന്നില്ലേ? ഇല്ലേ, പിടികിട്ടുന്നില്ല എന്നുള്ളതാ പലരും കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ദൈവത്തിന് മഹത്വം. നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ ആത്മീകനോട് സംസാരിച്ചാൽ എല്ലാം വചനത്തിന്റെ വെളിച്ചത്തിൽ ആത്മീകമായേ സംസാരിക്കൂ. ഇതല്ലല്ലോ, പറയുന്ന മുഴുവൻ ജഡീകമല്ലേ, ലൗകികമല്ലേ, ദൃശ്യമായതല്ലേ. നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ ലൗകികന്മാരായാൽ ലൗകികമായത് സംസാരിക്കുന്നു. സംസാരം കേൾക്കുമ്പോൾ അത് അകത്ത് എന്തോ ഉണ്ടെന്ന്. അകത്തെന്തോ അത് ഈ പ്രസംഗിക്ക് ഇവിടെ നിൽക്കുന്ന 1.5 മണിക്കൂറല്ല, ഇത് കഴിഞ്ഞും നമ്മൾ പലരെ അളക്കുന്നത് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് വെച്ചോണ്ടാ. കൊള്ളാം, 2 മണിക്കൂർ. ഓ എന്തുവായിരുന്നു! ഇന്ന് വരെ കേൾക്കാത്ത തോട്ട്സാ പുള്ളി അടിച്ചത്. അങ്ങനെ പറയാം, തോട്ട്സ് അടിച്ചെന്ന് ആർക്കട്ടെ. 2 മണിക്കൂറല്ലേ, 1 മണിക്കൂർ, 3/4 മണിക്കൂർ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് വെച്ചല്ല അളക്കുന്നത്. ഇത് കഴിഞ്ഞ് വെളിയിലോട്ടിറങ്ങുമ്പോഴും താഴെ വരുമ്പോഴും വീട്ടിൽ ചെല്ലുമ്പോഴും പൊതുസഭ കൂടുമ്പോഴും സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോഴും നിന്റെ വായിൽ നിന്ന് എന്തുവാ വരുന്നേ? എങ്ങനെയാ ചോദിച്ചു, നാളെ യോഗം ഉണ്ടോ? ഈ ഇരിപ്പെല്ലാം കണ്ടിട്ട് മിക്കവാറും. ദൈവത്തിന് മഹത്വം. നമ്മുടെ സംസാരം ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയാ, നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണമുണ്ട്. കാരണം ഒരു വാക്യം വായിച്ചോ, കാരണം 3:3 വായിച്ചേ മോളെ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. മതി. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. 1-ാം അധ്യായത്തിൽ കൃപാവരമെല്ലാം ഉണ്ടെന്നാ. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വീര്യപ്രവർത്തിയുണ്ട്, രോഗശാന്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആഴമറിഞ്ഞ ആത്മാവ് പറയും, അത് മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ. നിങ്ങൾ എല്ലാവരോടും മിണ്ടുന്നുമില്ല, എല്ലാവർക്കും കയ്യും കൊടുക്കുന്നില്ല, എല്ലാ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ നിങ്ങൾ പോവുകയില്ല, അറബ പോയാൽ നിങ്ങൾ അവിടെ നിന്നിട്ട് വെള്ളം പോലും കുടിക്കുകയില്ല. ഒരു സഭയിലാണ് കൂടുന്നത്, തിരുമേശ കഴിയുമ്പോൾ വിശുദ്ധ ചുംബനവും കൊടുക്കുന്നില്ല. അവൻ അതിലേ വരുമ്പോൾ ഇതിലേ കയറിപ്പോയി കസേരയുടെ ഇടയിൽ കൂടെ. ചിലര് ബുദ്ധിമുട്ടുന്നതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് അവരെ ഇനി അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമ്മളെല്ലാം നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. അടുത്തിരിക്കുന്ന ആരെയും വിധിക്കണ്ട, നമ്മളെ ഒന്ന് വിധിച്ചാൽ മതി. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നെന്ന്. ഈർഷ്യയും പിണക്കവും വെച്ചുകൊണ്ട് അങ്ങനെ അന്യഭാഷ പറയുന്നത് എങ്ങനെ പാട്ട് പാടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, പൗലോസിനും മനസ്സിലാകുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസവും 1-2 ഇടങ്ങളിൽ സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ടും ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടാ പറയുന്നത്. ദൈവകൃപയിൽ ഞാൻ ആരോടും അങ്ങനെ പിണങ്ങിയിരിക്കുന്നില്ല. ഇല്ല, എല്ലാവരോടും വിട്ടു. എല്ലാവരും വളരെ വിനയത്തോടെ, അപ്പോൾ തന്നെ പ്രാഗൽഭ്യത്തോടാ പറയുന്നത്. ഓരോരുത്തരോടും പിണങ്ങിയിരിക്കുന്നില്ല. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പൊതുവിൽ ക്ഷമയും ചോദിച്ചു. ആരോടും പിണങ്ങിയതായിട്ട് ഓർക്കുന്നില്ലെങ്കിലും അങ്ങ് ക്ഷമ ചോദിക്കുക. ഞാൻ ലോകത്തിലുള്ള സകല മനുഷ്യരോടും കൂടെ പറയുക, ഞാൻ ആരോടേലും മിണ്ടാതെയോ പിണങ്ങിയോ ഉടക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുകയോ അല്ലെ എന്നെ വിളിച്ചാൽ അങ്ങോട്ട് വന്നാൽ കാല് പിടിച്ച് ഞാൻ ക്ഷമ പറയാം.
ഇപ്പം നിങ്ങൾ ചിന്തിക്കരുത് ഏതായാലും കൊട്ടാരക്കര ബേർഷാബായിൽ ഒരു വിശുദ്ധം വന്ന് ചാടിയിട്ടുണ്ട് എന്ന് ചിന്തിക്കണ്ട. പ്രാഗൽഭ്യത്തോടെ പറയുക, നമ്മൾ മനുഷ്യരല്ലേ. ഇനി അഥവാ ഏതേലും സമയത്ത് എപ്പോഴേലും ഓർക്കാപ്പുറത്ത് ആരെങ്കിലും ആയിട്ടൊരു അഭിപ്രായ വ്യത്യാസം വന്ന് നമ്മളത് മറന്നുപോയി. അതിനാ ഞാൻ പറയുന്നത്, ലോകത്തിൽ ആരേലും പറയുക പാസ് എന്നോട് എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, എന്നോട് വേണമെങ്കിരിക്കാന്ന് ആരേലും ഒരാളുണ്ടെങ്കിൽ ഇന്നോ നാളെയോ എപ്പോഴേലും വന്നാൽ ഞാൻ കാല് പിടിച്ച് ക്ഷമ പറയാം. അത് ദൈവസന്നിധി പറയുന്ന കാര്യമാണ്. ചില വിഷയത്തിലൊക്കെ ചിലര് എനിക്ക് ദോഷം ചെയ്തവരും പറഞ്ഞവരും ഒക്കെ ഉണ്ട്. ഞാൻ അവരോട് വളരെ വിനയമായിട്ട് ഇടപെടും. ചിലപ്പോൾ ഈ ഷിനു ഇവരുമൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനൊക്കെ അവൻ പോകാൻ പറ. ഞാൻ പറഞ്ഞ അങ്ങനല്ല. അവൻ ചിലപ്പോൾ കയറി ഉടക്കും. എന്തിനാ അച്ഛൻ അവനുമായിട്ട്? എടാ നമ്മുടെ പ്രമാണം അതാ. തിന്മയെ തിന്മ കൊണ്ടല്ല, എനിക്ക് ധാരാളം ആൾക്കാർ ഒരു സെന്ററില്ല തമ്മി മിണ്ടുകയില്ല. എന്നിട്ട് ആ കർത്തൃമേശയുടെ സമയത്ത് നിന്നിങ്ങനെ വൈബ്രേഷൻ ഒപ്പോ ഇവനന്നേരം ഉള്ളപ്പനി പിടിച്ച പോലെ നിൽക്കും. അടുത്ത് നിൽക്കുന്നവർക്കും അങ്ങ് പനിയോ. എനിക്ക് മനസ്സിലാകുന്നു. നമ്മളെ പോലെ അഭിനയിക്കാൻ മിടുക്കുള്ളവർ. മമ്മൂട്ടി ഒന്നും നമ്മുടെ വെട്ടത്ത് വരികയില്ല. മമ്മൂട്ടി നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പണക്കോ വരും. ഇത് വെച്ചോണ്ട് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഇത് വെച്ചോണ്ട് എങ്ങനെയാ പാട്ട് പാടുന്നത്? എങ്ങനെ മറുഭാഷ പറയുന്നു? ഒരു ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുവോ? എന്നെ എല്ലാവരും തത്തയത്ത കാക്കാലിനെ പോലെ സങ്കടപ്പെട്ടു. ദൈവത്തിന് മഹത്വം. പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധി നിൽക്കണം. നമ്മൾ മനുഷ്യരാ. അഭിപ്രായ വ്യത്യാസവും ആശയ പശുവും ഒക്കെ വരാം. ചില പ്രത്യേക സന്ദർഭത്തിൽ ചിലപ്പോൾ ക്ഷോഭിച്ചെന്ന് പറഞ്ഞും വരാം. പക്ഷെ അത് വെച്ച് പുലർത്തരുത്. അന്നേരം നിരപ്പായിക്കോണം. ചിലപ്പോൾ തെറ്റ് അവരുടെ ഭാഗത്തായിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്ഷമ ചോദിക്കണം. തെറ്റ് അവരുടെ ഭാഗത്തായിരിക്കും. പക്ഷെ നമ്മുടെ ഭാഗം നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി താഴ്ത്തി മരകുരിശതിൽ മരണം വരെ. എല്ലാം കൂടെ വെക്കുമ്പോഴാണല്ലോ മോനെ. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി താഴ്ത്തി മരകുരിശതിൽ മരണം വരെ. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി താഴ്ത്തി മരകുരിശതിൽ മരണം വരെ. സ്വയമതിലില്ല ഭയമതിലില്ല, സ്വയമതിലില്ല ഭയമതിലില്ല. താതൻ തൻ ഹിതത്തെ തികപ്പതിനായി. സ്വയമതിലില്ല ഭയമതിലില്ല. താതൻ തൻ ഹിതത്തെ തികപ്പതിനായി. യേശുവെ ഞാൻ കണ്ടിടുന്നു, കൺമണി പോലെന്നെ കാക്കുന്നോനാ. കൃപയിൻ നിറവായി കരുണമയനായി കാരുണ്യവാനായി രക്ഷകനായി. കൃപയിൻ നിറവായി കരുണമയനായി കാരുണ്യവാനായി
രക്ഷകനായി. നല്ല പാട്ടാ, TPM കാരുടെ പാട്ടാ. ഇത്ര അടുത്ത് കിടന്നിട്ടും ഇത്ര അടുത്ത് പാങ്ങിന് കിടന്നിട്ട് പോലും പാട്ട്. നല്ല പാട്ട്, നല്ല പാട്ടല്ലേ? എനിക്ക് പാടാൻ ട്യൂണൊന്നും ഇല്ലെന്നുള്ള നല്ല പാട്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവര് ഈർഷ്യയും പിണക്കോ ഇരിക്കുക. അതുകൊണ്ടാണ് ഇവരുടെ ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, ഈ അകത്ത് മുഴുവൻ ഈർഷ്യ പിണക്കും. അതുകൊണ്ട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിനൊരു ദൃഷ്ടാന്തം, അതും വചനത്തിൽ നിന്ന്. അകത്ത് മുഴുവൻ ഈർഷ്യയും പിണക്കവും വൈരാഗ്യവും. ഒരു വാക്യം വായിച്ച അങ്ങനെ സംസാരിച്ചൊരു സംഭവം. ന്യായാധിപന്മാരുടെ പുസ്തകം 12:1 വായിച്ചേ. അനന്തരം എഫ്രൈമ്യർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് ഇഫ്താഹിനോട്, നീ അമ്മോന്യരോടുകൂടെ യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത്? ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീടിന് തീ വെച്ച് ചുട്ടുകളയുമെന്ന് പറഞ്ഞു. നല്ല തികഞ്ഞ ആത്മീയരാ. വിഷയം എന്നാ? യോഗത്തിന് വിളിച്ചില്ലെന്ന്, നോട്ടീസ് കൊടുത്തില്ല. ഇതൊക്കെ അതിനാ പറഞ്ഞ നിന്നെ അകത്തിട്ട് ഞങ്ങൾ. ഇത് സെൻട്രൽ കമ്മിറ്റിയിൽ അറിയിച്ചില്ല, കത്തിക്കും. പേടിക്കൊന്നും വേണ്ട, ആ ക്രമത്താലുള്ള വർഷം എല്ലാവരും ഇരുത്തിക്കോളും. ഇത് ഇന്നയാളിനോട് പറഞ്ഞോ? എല്ലാവരും ആത്മീയരാ. ആ ഞായറാഴ്ച വന്ന് ഇരിക്കുക, കൊളക്കാരെ മുണ്ടിയിരിക്കും പോലെ മമ്മിയുള്ള ഇരിപ്പുമൊക്കെ, NIVയും KJVയും ഗിൽറ്റിട്ട ബൈബിളും. 2 നൂലാ. കാരണം പഴയ നിയമത്തിൽ ഒരെണ്ണം വെക്കണം, പുതിയ നിയമത്തിലും. നിങ്ങളെന്നെ ഇങ്ങനെ തുറച്ചു നോക്കും. ഉള്ള കാര്യം ഒന്നുകൂടെ വായിച്ചേ മോളെ, ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. അനന്തരം എഫ്രൈമ്യർ ഒന്നിച്ചുകൂടി എബ്രഹീമരാ കേട്ടോ, പുറത്തുനിന്നുള്ളവരല്ല. എബ്രഹീമരാ. ചർച്ചോക്കോടുകാരും അസംബ്ലീസ് കോഡില്ല, IPC തന്നെ. IPC മാത്രമല്ല, കൊട്ടാരക്കര സെന്ററാന്ന്. നാളെ വരുമോ? ദൈവത്തിന് മഹത്വം. ഇത് അമ്മോന്യരോ മോവാബ്യരോ മെയൂന്യരോ ഒന്നുമല്ല. ഇത് ഒരു കുടുംബത്തിൽപ്പെട്ടവൻ. നമ്മളെല്ലാം ഒരു സഭ ഒരു കുടുംബമല്ലേ? ഒരു കുടുംബമല്ലേ? എബ്രഹീമര് ഒന്നുകൂടെ വായിച്ച മോളെ, കേട്ടില്ലെന്ന് തോന്നുന്നു. അനന്തരം എഫ്രൈമ്യർ ഒന്നിച്ചുകൂടി. ഇവന്മാർ ഒന്നിച്ചു കൂടത്തില്ല, പക്ഷെ ഉടക്കുണ്ടാക്കാൻ ഇവന്മാരെല്ലാം കൂടെ അടുത്ത ആഴ്ച കമ്മിറ്റി കൊണ്ട് വരണം കേട്ടോ. എന്ത് വിഷയമാണെങ്കിലും വരണേ. വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ നമ്മൾ വിഷയം എന്നാന്ന്. അച്ചാനും വേണം. ഞാൻ ജോർജ് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, അവൻ വരും. പിന്നെ ഇവിടുത്തെ ജോർജ് കുട്ടി അല്ല, പിന്നെ പാപ്പച്ചായനും അല്ലെന്ന് ഞാനങ്ങ് പേര് പറയാം. സ്തോത്രം, എല്ലാവരും വരും. ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എന്ത് വിഷയമാണെന്നേലും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാം, എല്ലാവരും ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആളാ വിഷയം. ഈ പ്രാവശ്യം മറ്റവനെ കയറ്റരുത്. മറ്റേ ഗ്രൂപ്പിലുള്ളവനെ ഒരു കാരണവശാലും അടിച്ചതിൻ്റെ പണ്ട് ദൈവം കയറും. ദൈവത്തിന് ഇത് കുഞ്ഞുകളിയല്ല, ദൈവസഭയാ. ദൈവത്തിന് മകൾ ഇത് ദൈവസഭയാ. ഇതിനകത്ത് ഗ്രൂപ്പീസവും തമ്മിൽ തല്ലും ഒടക്കം ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഒറ്റ ഒരുത്തനെ ദൈവം എന്നെ എഴുന്നേറ്റ് എന്ന് പറയുന്നത്. എന്തോ എന്നെ ചെന്ന് ഞോണ്ടി പറയുന്നു.
ഓ ഞാനൊന്നും പറഞ്ഞില്ല, എന്നോടൊന്നും പറയുകയും വേണ്ട. എന്നോട് ഒരു കാര്യം കൊച്ചുമോനൊന്നും പറയത്തില്ല, പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. എൻ്റെ അടുക്ക് ഞാൻ ഞങ്ങളുടെ സഭയെ പറഞ്ഞിട്ടുണ്ട്, ഈ സഭയിലെ ഒരു വിശ്വാസിയുടെയും കുറ്റം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ ഞായറാഴ്ച ഞാൻ എഴുന്നേറ്റ് പറയും, ഇന്നയാളിനെ പറ്റി ഇന്ന സമയത്ത് എൻ്റെ അടുക്ക വന്ന് ഞാൻ പറയും. അത് ഉറപ്പാ. ഒറ്റ ഒരുത്തൻ്റെ കാര്യം എൻ്റെ അടുക്ക വന്ന് പറയരുത്. വചനത്തിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ, അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. പഴയ പാട്ടുകളൊക്കെ ചോദിച്ച് അറിയാൻ മേലാത്തതാണെങ്കിൽ പാടിയും തരാം, പറഞ്ഞും തരാം, അറിയാവുന്നത്. പിന്നെ എന്നാ ഒരു കൂട്ടുവിശ്വാസിയുടെ കുറ്റമോ ഒരു ദൈവദാസന്റെ കുറ്റമോ അവൻ അങ്ങനെ ഇവനിങ്ങനാണ് എൻ്റെ അടുക്ക വന്ന് പറയരുത്. ഞാൻ ഞങ്ങളുടെ അവിടെ കൂട്ടായ്മയിലെ ദൈവർക്ക് അറിയാം, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ല. അതിന്റെ കാരണം പറയാം, ഞാൻ ദൈവസന്നിധി ഇരുന്ന് ജാഗരിച്ച് സ്വോത്രം ചെയ്യും. വെളുപ്പിനെ ഒരു 3:30 മിക്കപ്പോൾ എഴുന്നേറ്റ് അങ്ങോട്ട് സ്വോത്രം ചെയ്യും. 4 മണിക്കുമൊക്കെ ഒരു സ്വോത്രം ചെയ്യുമ്പോൾ ദൈവം എനിക്ക് ദൂത് നൽകും. അത് ഗൂഗിളിൽ കയറി എടുക്കുന്ന ദൂതല്ല, ഇത് ഗൂഗിൾ ദൂതൊന്നുമല്ല. ദൈവത്തിന് മഹത്വം. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് വചനത്തിൽ കൂടെ ഇടപെടും. അങ്ങനെ വചനത്തിൽ കൂടെ ഇടപെടുമ്പോൾ ഞാൻ മുഖം നോക്കാതെ പറയും. അപ്പൊ ഈ പറയുമ്പോ ചിലപ്പോ ഇവര് പറഞ്ഞ വിഷയോ കേറി വരാം. അപ്പൊ ഇവര് പറയുന്നില്ല, ഞാൻ പറഞ്ഞത് കൊണ്ട് ആ പുള്ളി നിന്ന് അത് വേണ്ട. വചനമെടുക്കുമ്പോൾ ദൈവത്തിനറിയാം ഏത് മേഖലയെ കൂടെ പോകണമെന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനറിയാം ഏതൊക്കെ രീതി പോകണമെന്ന്. അത് ദൈവാത്മാവ് നിയന്ത്രിച്ചോളും. അതുകൊണ്ട് ഒരു കുഞ്ഞുങ്ങളൊരു കാര്യം പറയത്തില്ല കേട്ടോ. പറയത്തില്ല. പുസ്തകം എന്തിനാ മേടിക്കുന്നത്? ഉള്ളത് വായിച്ചാ പോരെ. ആവശ്യമില്ലാത്ത വായിക്കുമ്പോഴല്ലേ പേടിക്കുന്നത്. കണ്ട പേടിക്കാതെ വായിക്കുന്ന ഉള്ളതല്ലേ വായിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവര് എബ്രഹീമർ ഒന്നിച്ചു കൂടി. വായിച്ച ഒന്നുകൂടെ വായിച്ച മോളെ. അനന്തരം എഫ്രൈമർ ഒന്നിച്ചുകൂടി. അനന്തരം എബ്രഹീമര് ഒന്നിച്ചുകൂടി. അപ്പൊ ഇവര് ഇതിന് ഈ ഉടക്കുണ്ടാക്കാൻ ഇവന്മാരെല്ലാം കൂടെ എന്നാ കാത്തിരിപ്യോഗത്തിന് വരുമോ? വരികയല്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമോ? അന്നേരം എല്ലാം അങ്ങ് ബിസിയാ. എന്നാ അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പുണ്ട്, വരുമോ? പിന്നെ നേരത്തെ വരും. നേരത്തെ വന്നിച്ച് വിളിക്കും, എന്നെ താമസിക്കുന്ന വാ, ഞങ്ങളിവിടെ എപ്പോ വന്നതാ. എന്നെ കൊച്ചു പോനെ ഒരു അടുത്താഴ്ച പോലെ ഉള്ള കാര്യമായി പറയാൻ ഉള്ളതല്ലേ. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ അബ്രഹീമര് പുറം പാർട്ടിയല്ല, അകത്തുള്ളവനാ. നമുക്കറിയാം ആരായി അബ്രഹീമര്. വായിച്ച മോളെ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 50-51 വാക്യം, അറിവുള്ള വാക്യം. ക്ഷാമകാലം വരും മുമ്പേ ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചവര് ഓരിലെ പുരോഹിതനാകുന്ന പോത്തിപ്പാറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും പിതൃഭവനമൊക്കെ ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന്റെ മനേഷെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞവൻ രണ്ടാമത്തവന് എഫ്രയീം. അപ്പോൾ യോസേഫിന്റെ മിസ്രയീം ദേശത്ത് വെച്ച് ക്ഷാമകാലം വരുന്നതിന് മുമ്പ് രണ്ടാമത് ജനിച്ച കുട്ടിയായി എഫ്രയീം. വാക്കിന്റെ അർത്ഥം വർധനവെന്ന. വർധനവ്. ഇവനെ ദൈവം അനുഗ്രഹിച്ചു. ഗോത്രപിതാവെന്ന യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് കൈ പിണച്ചു വെച്ച് ജീവിച്ചിരുന്നപ്പോഴോ ആരെയാണെങ്കിലും ചാകുമ്പോഴെങ്കിലും ആരെയും അനുഗ്രഹിച്ചു. അല്ല അന്നേരം പാര വെച്ചു തീരരുത്. മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെ 2 പേരെ ഇനി വിളിച്ചു. യാക്കോബ് അതുകൊണ്ടല്ലേ പറഞ്ഞ്, എൻ്റെ മോനെ യോസേഫേ, ഞാൻ മിസ്രയീമിൽ വരുന്നതിന് മുമ്പ് നിനക്ക് 2 പിള്ളേർ ജനിച്ചെന്ന് ഞാൻ കേട്ടു. ആ പിള്ളേരെ 2 പേരെയും കൂടി ഇങ്ങോട്ട് വായിച്ച മോളെ. 48-5 പെട്ടെന്ന്. 48-5. മിസ്രയീമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ. എന്റെ മോനെ യോസേഫേ, മിസ്രയീമിൽ നിന്റെ അടുക്കൽ ഞാൻ വരുന്നതിന് മുമ്പ് നിനക്ക് മിസ്രയീം ദേശത്ത് വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രയീമും എനിക്കുള്ളവരായിരിക്കട്ടെ. അവരെ 2 പേരെയും ചോട്ട് അവർ എനിക്കുള്ളവരാ. അതിനാ ഇവര് പുറജാതി സ്ത്രീ ജനിച്ചതാ, അന്യദേശത്ത് ജനിച്ചതാ, മിസ്രയീമിലാ ജനിച്ചേ. പക്ഷെ അവരെ ഞാൻ ഇഞ്ഞെടുക്കുക.
തൃശ്ശൂർ എടുത്ത പോലൊന്നും അല്ല കേട്ടോ. അത് പോട്ടെ. ഈ പിള്ളേര് രണ്ടുപേരെ ഇഞ്ഞു കൊണ്ടുവരാൻ ഞാൻ അവർ രണ്ടുപേര് എനിക്കുള്ളവരാ എന്ന് പറഞ്ഞാൽ, എന്നിട്ട് യാക്കോബ് ഒരു കാര്യം പറഞ്ഞു, രൂബേനും ശിമയോനും എന്ന പോലെ എന്ന് പറഞ്ഞാൽ രൂബേന്റെയും ശിമയോന്റെയും അവകാശമെടുത്ത് ഈ പിള്ളേർക്ക് കൊടുക്കുക. രൂബേന്റെ അതിന് കാരണമുണ്ട്. രൂബേൻ ക്രമക്കേട് കാണിച്ചു 35 അധ്യായമേ പറയുന്നുള്ള വിഷയം പറയുന്നില്ല. ശിമയോനും ക്രമക്കേട് കാണിച്ചു 34. അപ്പം 35ഉം 34ഉം സംഭവിച്ചത് കൊണ്ട് ഇവർക്കുള്ള അവകാശമെടുത്ത് ഞാൻ ഈ പിള്ളേർക്ക് കൊടുക്കുക. എല്ലാ ഭാഗവും എടുക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന് യോസേപ്പ് അപ്പച്ചൻ്റെ മുന്നിൽ പിള്ളേരെ നിർത്തി. അപ്പച്ചൻ ഇങ്ങനെ വലം കൈ എടുത്ത് എബ്രഹീമിൻ്റെ തലയിലും ഇടം കൈ എടുത്ത് മനശ്ശയുടെ തലയിലും കൈ ഇങ്ങനെ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചേച്ച് അവിടെ ഒരു പദമുണ്ട്, എബ്രഹീമിനെ മനശ്ശയ്ക്ക് മുമ്പനാക്കി. 20-ാം വാക്യം. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രൈമിനെയും മനുഷ്യയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേലിയർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എഫ്രൈമിനെ മനുഷ്യക്ക് മുമ്പനാക്കി. എബ്രഹീമിനെ മനശ്ശയ്ക്ക് മുമ്പാക്കി. എബ്രഹീമിനെ മുമ്പനാക്കി, ഏറ്റവും മുന്നിൽ കൊണ്ടുപോകാം. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഏറ്റവും പുറകിൽ കിടന്നവനാ, അവനെ ഏറ്റവും മുമ്പിൽ കൊണ്ടുപോകുന്നു. അന്നേരം ഇവൻ, എൻ്റെ ഭാഷയാ, മാനം മര്യാദയ്ക്ക് ജീവിക്കണ്ടേ. ഇവനൊരു കൂറ ഇല്ലാതെ തെണ്ടി നടന്നവനാ ഇല്ലേ. അപ്പം ഈ മാർഗത്തിൽ വന്ന് നന്മയും അപവൃത്തിയും അർഹിക്കാത്തതൊക്കെ കൊടുക്കുമ്പോൾ ഇവൻ കുറച്ചുകൂടെ വിധേയപ്പെട്ട് ഒരു ആർദ്രതയോടും കരുണയോടും ഒക്കെ വേണ്ടേ ഇടപെടാൻ. വേണ്ട. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച ഒരു ഗതിയും ഗത്യന്തരവും ഇല്ലാത്തവനെല്ലാം ഇച്ചിരി നന്മ കിട്ടിയപ്പോൾ ഇവനെല്ലാം കുന്തളപ്പുഴു ഇളകുന്നത് പോലെ ഇപ്പം ഉള്ള കാര്യമാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടന്നവന്മാരില്ല ഇതിനകത്ത് വന്ന് ദൈവം അങ്ങ് ഒന്നാമത്തെ പ്രതി ഞാനാ. എന്തിനാ മറ്റുള്ളവരെ പറയാൻ? നമ്മളൊരു പാട്ട് പാടുകയല്ലേ, കൊച്ചുമോനെ ആ പാട്ടൊന്ന് പാടിക്കും. അർഹിക്കാത്ത നന്മകളും ചേർത്ത് പാടിക്കൂ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. സമയം പോകുന്നല്ലോ, കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പൊ ഈ എണ്ണമില്ലാന്നുള്ള നന്മയാ ദൈവം കൊടുത്തത്. എന്തെല്ലാം അനുഗ്രഹം കൊടുത്തു. വലത്ത് കൈയാ തലയെ വെച്ചത്, മനശ്ശയ്ക്ക് മുമ്പനാക്കി. മാത്രമാണോ മനശ്ശയ്ക്ക് മുമ്പനാക്കി എന്ന് പറഞ്ഞാൽ ഓർഡർ ഇങ്ങനെ, ഈ രൂബേന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് ഈ യോസഫിന് കൊടുത്തു. രൂബേന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് യോസഫിന് കൊടുത്തു. എന്നിട്ട് യോസേപ്പിൽ നിന്ന് ആ ജ്യേഷ്ഠാവകാശം എടുത്ത് യോസേപ്പിൻ്റെ പിള്ളേർക്ക് കൊടുത്തു, മനശ്ശയ്ക്കും എബ്രഹീമിനും. അതിൽ തന്നെ മനശ്ശയിൽ നിന്നും ഇതെടുത്ത് എബ്രഹീമിന് കൊടുത്തു.
നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ഒരു വാക്യം വായിച്ച് വചനത്തിൽ നിന്ന് തരാം. അപ്പം പിന്നെ ഉടക്കില്ലല്ലോ. വചനത്തിൽ നിന്ന് ഡേവിഡ് പാസ്റ്റർ കണ്ടോ വാക്യം? മോളെ വായിച്ചേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം എടുക്കുക. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം. വചനത്തിൽ നിന്നാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കണം. 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. 5:2. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു. യോസേഫിന്. അപ്പോൾ ജ്യേഷ്ഠാവകാശം ആർക്കുള്ളതായിരുന്നു? രൂപേനുള്ളതാ. 49:1 രൂപേനേ നീ എൻ്റെ ആദ്യജാതൻ. അപ്പം ആദ്യജാതന് ലഭിക്കേണ്ടതാ. പക്ഷെ ഇവൻ 35-ാം അധ്യായത്തിൽ ക്രമക്കേട് കാണിച്ചത് കൊണ്ട് ഈ ദൈവത്തിന് മൂപ്പൊന്നും വിഷയമല്ല കേട്ടോ. ഞാൻ മൂത്തതാ, ഇപ്പോൾ ഉള്ളത് ഈ മൂത്തതാന്ന് നേരത്തെ ചാകണം. അങ്ങനല്ലേ നമ്മൾ പാടുന്നത്? മുമ്പേ മതി 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 അത് മതി. നമുക്കായി മൂപ്പ് വിഷയം. ദൈവത്തിന് ഇതൊന്നും രൂപേണ മൂത്തത്, പക്ഷെ ദൈവത്തിന് വിഷയമല്ല. നിന്നെയും എന്നെയും ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ നമ്മളെ മാറ്റിയ അടുത്ത ആളെ ദൈവം കയറ്റും. അന്നേരം അവിടെ കിടന്ന് പെറുപെറുത്തിട്ടോ ഉടക്കം ഉണ്ടാക്കിയിട്ടൊന്നും രൂപൻ മൂത്തത് അവന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് യോസേഫിന് കൊടുത്തു. ഒന്നുകൂടെ വായിച്ചേ മോളെ 2-ാം വാക്യം. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായിരുന്നു. അടുത്തത് അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. അടുത്തത് ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു. ജ്യേഷ്ഠാവകാശം യോസേഫിന് ലഭിച്ചു. അപ്പൊ 1-ാമത്തവന്റെ കയ്യിൽ നിന്ന് എടുത്ത് 11-ാമത്തവന് കൊടുത്തു. 1 11 വന്നു. സ്തോത്രം. 1 11 വന്നു. ഒരു വേദപുസ്തകത്തിൽ ഒരു സംഖ്യ പറയാൻ പോവുക. 1 11 വന്നു. 11 അതെടുത്ത് 13-നും 14-നും കൊടുത്തു. മോളെ 5:1 വാക്യം വായിച്ചേ. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേൻ അവനല്ലോ ആദ്യജാതൻ. അടുത്ത വാക്യം. എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. ഇപ്പൊ 13-നും 14-നും കിട്ടി. 1-ലിരുന്നതാ. 1 എടുത്ത് ആദ്യം 11-ന് കൊടുത്തു. 11 ഇപ്പൊ എടുത്ത് 13-നും 14-നും കൊടുത്തു പുത്രന്മാർക്ക്, മനേഷയും. ഇനി അധികം എടുത്ത് 14-ന് കൊടുത്തു. ഞാൻ 144-ന്റെ കണക്കിലോട്ട് വരാൻ പോവുക. രണ്ട് 144 ഉണ്ട് വെളിപ്പാട് കേട്ടോ. ചാനറിയാമല്ലോ. അവൾ 1-ന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് 11-ന് കൊടുത്ത് 11-ന്ന് എടുത്ത് 13-നും 14-നും കൊടുത്തു. അതിൽ നിന്ന് 14-ന് കൊടുത്തു. വായിച്ചേ. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 9. അവർ കരഞ്ഞും കൊണ്ടുവരും. വരട്ടെ, വായിക്ക്. യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഞാൻ ഇസ്രായേലിന്റെ പിതാവും എഫ്രയീം എന്റെ ആദ്യജാതൻ. ആ പറവി കൊണ്ടുവന്നു. അങ്ങനല്ലേ 14-ാമത്തതില് നിന്നെ
തള്ളിക്കളഞ്ഞതല്ലേ? നാടൻ ഭാഷ പറഞ്ഞ തിരികട മാറ്റിയിട്ടതല്ലേ? കൊള്ളുകയെന്ന് പറഞ്ഞതല്ലേ? ആക്ഷേപിക്കാനെന്ന് ഒത്തിരി നമ്മുടെ ആൾക്കാരല്ലേ കൊള്ളാൻ നല്ല ആക്ഷേപം. അപ്പോൾ പറഞ്ഞു നമുക്ക് ഇല്ല ചെറുക്കനെ എടുക്കും. ഓ വേണ്ട വേണ്ട, അവൻ്റെ തള്ള നമ്മുടേതല്ല മറ്റേതാന്ന് പറഞ്ഞു. ഒന്നും അറിയാമല്ല, എല്ലാം അങ്ങ് പച്ചപ്പരമാർത്ഥികൾ. ഇവൻ്റെ അമ്മ നമ്മുടേതല്ലെന്ന്. അതുകൊണ്ട് അവനെ ഇങ്ങനൊന്നും ആക്കാൻ തന്നെ ഇവൻ നമ്മുടെ നാട്ടിൽ ജനിച്ചതല്ലെന്ന്. അവിടെ നമ്മൾ ഇവിടെ കൊട്ടാരക്കരോ പിന്നെ പിന്നെ ഇവൻ അവിടെ അങ്ങോട്ട് ജനിച്ചത് ആരോ. മാത്രമല്ല എബ്രാഹിമിനെ പറ്റി പറയുന്നത് ഇവന് മുടന്തുണ്ടായിരുന്നെന്ന. അടാ ഹോശിയ 11:1 വായിച്ചേ പെട്ടെന്ന് പെട്ടെന്ന്. എഫ്രൈം 13:1 വായിച്ചു, എന്നിട്ട് പിന്നെ 13 വായിക്കണം. ആദ്യം ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. രണ്ടാം വാക്യം. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി. ബാൽബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചെന്ന മുടന്തുള്ളത് കൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഈ പുറത്തോട്ട് വന്നപ്പോൾ ടൈമിൽ പുറത്ത് വന്നില്ല. മോളെ 13 തോന്നുന്നു. നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവനുണ്ടാകും. അവൻ ബുദ്ധിയില്ലാത്ത മകൻ. സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല. അപ്പൊ ഈ അകത്ത് മുടന്തി കിടന്നത് കൊണ്ട് പ്രസവ സമയത്ത് കുട്ടി ടൈമിൽ അമ്മയുടെ ഗർഭദ്വാരത്തിൽ എത്തിയില്ല. അപ്പൊ മുടന്നുണ്ടായിരുന്ന ഒന്ന് മുടന്നുണ്ടായിരുന്നു, രണ്ട് ബുദ്ധിയൊന്നും വേണ്ട വിധത്തിൽ ബുദ്ധിയൊന്നുമില്ല. അപ്പം ബുദ്ധിയില്ല, മുടന്തുണ്ട്, പുറജാതി സ്ത്രീ ജനിച്ചതാ. നമ്മുടെ നാട്ടിൽ കനാലിലൊന്നും ജനിച്ചതേ അല്ല. ഇങ്ങനൊക്കെ ഒത്തിരി അപാകതയുണ്ട്. അപ്പം തിരികട മാറ്റിയിട്ടിരിക്കുക. പക്ഷേ തിരികട മാറ്റിയിട്ടവനെ ഇപ്പം നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. യിരെമ്യാവ് ഇപ്പൊ പറയുക, എബ്രാഹിമിന്റെ ആദ്യജാതൻ. ദൈവത്തിന് മഹത്വം. ഇതിനകത്തൊരു ആത്മീക പാഠം. നിന്നെ ആർക്കും വേണ്ടെന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം. നിന്നെ ഒറ്റപ്പെടുത്തി എന്ന് വരാം. സഭയ്ക്കകത്ത് ഈ കാശും പുത്തനും നിറവും നിലവാരവും ഉള്ളവരോടൊക്കെ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. വലിയ കഴിവും താല്പര്യവും ഇല്ലാത്തവരോട് ആർക്കും എല്ലാവരും മകുപ്പും ഗീർവാണും ഒക്കെ പറയും. അപ്പിടിയാ ഇപ്പിടിയാന്നൊക്കെ പറയും. ഇവിടെ ഒന്നും തന്നെ പറയാൻ മേലാതെ. ഞാനൊരിക്കലും ഞങ്ങളുടെ സഭയിൽ ഒരു പ്രായമുള്ളൊരു അമ്മയുണ്ട് കേട്ടോ. അമ്മ ഇച്ചിരി മേടാ, എന്നാലും ആ തള്ളയും കൂടെ കേൾക്കട്ടെ, ഇന്നെങ്കിലും ഗുണപ്പെടുന്നെങ്കിൽ. എന്നാലും ഒരു അമ്മയല്ലേ, പ്രായമുള്ളൊരമ്മയല്ലേ. അമ്മയോ ആർക്കും താല്പര്യമില്ല തള്ളയോട്. തള്ള വരുമ്പോഴേ ആൾക്കാർ പേടിച്ചാ പോകുന്നു തള്ളയുടെ വാ. എന്നാലും ഞാൻ അങ്ങ് തന്തിച്ചുകൊണ്ട് നടക്കും. അപ്പം ഞാൻ ഈ അമ്മയെ പല സ്ഥലത്തുമൊക്കെ പോയതാ, ആർക്കും വലിയ താല്പര്യമൊന്നും. അമ്മ ഇനിയും പുതിയ സഭ വല്ലതും ഉണ്ടാക്കണം, അവിടെ പോകാനുള്ളത്. TPM-ലും പോയത്. സകല കേസും കൈകാര്യം ചെയ്തേച്ച് അറ്റ കൈക്കാ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഞാൻ പിന്നെ അതിൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്യുക. അപ്പം ഒരിക്കൽ ഞാൻ ഈ അമ്മച്ചിയെ കൊണ്ട് അമ്മയുടെ വീടിൻ്റെ അവിടോട്ട് വണ്ടിയെ കൊണ്ടുപോവുക. നമ്മുടെ വണ്ടിയിൽ നമ്മുടെ നല്ല ദൈവം തന്നതാണ്. അപ്പം നമ്മുടെ എന്ന് പറയുന്നതാണ് നല്ലത്, അതാണ് നല്ലത്, അതാ കുറച്ചുകൂടെ നല്ലത്, അതാ ദൈവം തന്നതാണ് നമ്മുടെ. അപ്പോൾ ഈ വണ്ടിയെ കൊണ്ട് അവിടെ ഇറക്കിയപ്പം നമ്മുടെ IPC-യിലെ തന്നെ ഒരു പ്രഗത്ഭനായ മനുഷ്യൻ, ദൈവദാസന, എന്നോട് പറഞ്ഞു, പിന്നെ കണ്ടം പറഞ്ഞു, എന്നാണോ അവിടെ? ഞാൻ പറഞ്ഞ അമ്മച്ചിയെ കൊണ്ടിറക്കാൻ പോയതാണ്. ഉടനെ എന്നോട് പറയാം, ഓ ഇങ്ങനത്തെ ഒന്ന് വണ്ടിക്കകത്ത് എന്നോട് പറഞ്ഞതാ. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനത്തെ ഒന്ന് ഉദ്ദേശിച്ചത് തരികടയല്ല, അതിലും വലിയ തരികട നമ്മുടെ എടുക്കയില്ലേ?
ഇല്ലേ? ഇല്ലെന്ന് എന്നോട് പറയരുത്, ഞാനിപ്പോൾ ഓരോന്നോരോന്ന് തെളിയിക്കും. പിന്നെ പാമ്പ് പിടിച്ചതാള വേറെ അർത്ഥത്തിലാ പറഞ്ഞേ. ഇങ്ങനെയുള്ളതിന് ഒന്നും പുള്ളി എടുത്ത് പറഞ്ഞു. ഞാൻ വളരെ പല കാര്യവും ഈ ജീവിതാനുഭവത്തിൽ നിന്നായി പറയുന്നത് കേട്ടോ, ചുമ്മാ പ്രസംഗിക്കുകയല്ല. ഷിനുവിനൊക്കെ ഈ അമ്മയെ 1, 2, 10, 50 പ്രാവശ്യമല്ല ആ ഇന്നോവയുടെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ കൊണ്ടുപോകും. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 5 അല്ല, 10 അല്ല, നാളെയും കൊണ്ടുപോകും. അല്ല, കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും കൂടെ പറയണ്ടേ. പല ആൾക്കാർ യോഗം കഴിയുമ്പോൾ പൂച്ച പാല് കുടിക്കും പോലെ കണ്ണടച്ചങ്ങ് പോകുക. കാരണം നോക്കിയാൽ അവർ പറയല്ലേ എന്നും കൂടെ ഒന്ന് കൊണ്ടുപോകുക, വിടുക. ചിലപ്പോൾ 1, 2 പ്രാവശ്യം വിടും. പിന്നെ പറയാം ഭാഷ അങ്ങോട്ടാണോ പറയാം, എനിക്ക് വേറൊരു വഴി കൂടെ ചുമ്മാ നേരെ മാപ്പിളയും മെമ്പളയും വീട്ടിലോട്ട് പോവുക. ഉടനെ സൂത്തം ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് കയറണം. അതിനെതെങ്ങനെ കയറുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് നമ്മളെ നല്ലതുപോലെ അറിയുന്നൊരു കർത്താവുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരിക്കലൊരു യാത്ര പോകും. അപ്പം 5-8 സഹോദരന്മാരുണ്ട്. അപ്പോൾ ഒരാൾ ഇടയ്ക്ക് നിന്ന് കയറുമെന്ന് പറഞ്ഞു. അപ്പം ഇതുപോലൊരു ഇന്നോവ വണ്ടിയാണ്. ഈ വണ്ടിയല്ല, ഇതിന് ഞാൻ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് കേട്ടോ, ക്ഷമിക്കണേ. വണ്ടിയുടെ വിശേഷമൊന്നും പറയാനല്ല, അനുഭവത്തിൽ നിന്നാണ് പറയാൻ. അപ്പോൾ ആ വണ്ടിയിൽ കയറി. അപ്പം ഞാൻ ഫ്രണ്ടിലായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കയറി, സഹോദരന്മാരും എല്ലാവരും കയറി. അപ്പോൾ കയറിയപ്പം ഒരാളെയും കൂടെ എടുക്കണം. അപ്പോൾ ആ പുള്ളിയെ എടുത്താൽ, പുള്ളിയും വളരെ വിലപ്പെട്ട ഒരാളാണ്. എടുത്തു കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിരിക്കുന്നവർ പിന്നെ പുറകിരിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പുറകോട്ട് മാറണം. നല്ല ദീർഘദൂര യാത്രയുണ്ട്, പുറകോട്ട് മാറണം. അപ്പം എന്തോ ചെയ്യണം. നമ്മളാ പോയ കേസല്ല, വേറൊരു കേസാണ്. നമ്മൾ പോയത് ജയ്സൺ നോക്കുന്നുണ്ട്, ഇതിപ്പം അതല്ല, അങ്ങനെ എത്ര കേസ്. അപ്പം അദ്ദേഹത്തെ ഞങ്ങൾ വണ്ടി അങ്ങോട്ട് നിർത്തി. അപ്പോൾ എനിക്കറിയാം എല്ലാവരും ഉണ്ടല്ലോ. നിർത്തി ഉടനെ ഈ ഒരു സീറ്റ് ഇങ്ങോട്ട് മടക്കി വെച്ച് വേണം ഏറ്റവും പുറകോട്ട് കയറാം. അപ്പം ഞാൻ ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ആ സീറ്റ് മടക്ക്, എന്നാലല്ലേ പുള്ളിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾ ആ സീറ്റ് മടക്കി. ഇതൊക്കെ പ്രാഗൽഭ്യത്തോടാണ് പറയുന്നത്. മടക്കി ഉടനെ ഞാൻ അതിലേക്കൂടെ കയറി ഏറ്റവും പുറകിലിരുന്നു. അതിന് പുറകിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ വന്നറിയണ്ടേ. മുന്നിലിങ്ങനെ ലിവിയാറാൻ കിടക്കും പോലെ തന്നെ കിടന്ന പുറകിരിക്കുന്നതിൻ്റെ ഒന്ന് അറിയണ്ടേ. ഞാൻ ഏറ്റവും പുറകിൽ പോയപ്പോൾ ഇവരെല്ലാം പ്രശ്നം. അച്ഛൻ പുറകിരിക്കുക, പാസ്റ്റ് പുറകിരിക്കാനൊക്കെ. ഞാൻ പറഞ്ഞ്, ഇന്ന് ഇതിൻ്റെ പുറകിലേ ഇരിക്കുള്ളൂ. നീ എല്ലാം ഇനി ഇവിടെ എന്നാ പ്രശ്നം ഉണ്ടാക്കിയാലും. തിരുവല്ലായിൽ നിന്ന് കൊല്ലത്തിനപ്പുറം വരെ പുറകിൽ തന്നെ ആയിരുന്നു. ഒരു കുഴപ്പമില്ല. നിങ്ങൾ പ്രസംഗം നിർത്തണമെന്നാണോ പറഞ്ഞതോ? ഇരുന്ന് കാണിക്കാവോന്നോ? ദൈവത്തിന് മഹത്വം. ഇത്തരം ഒത്തിരി സംഭവം ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. ഇപ്പം ദൃഷ്ടാന്തം വന്നുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്ഥലമൊന്നും പറയത്തില്ല, ശരിയല്ലല്ലോ. സ്ഥലവും പേരും പറയുന്നത് ഒരാളെ നല്ല കാര്യം പറയുമ്പോൾ ഞാൻ സ്ഥലവും പേരും ഒക്കെ പറയും. ഇങ്ങനെയുള്ള ചില വിഷയം പറയുമ്പോൾ ഞാൻ അത് ബുദ്ധിമുട്ട്. വെറുതെ അവർക്കറിയാം.
ഒരു സ്ഥലത്ത് ശുശ്രൂഷയിലിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥന, മല കയറിപ്പോണം, വലിയ മലയാണ്, ഞാൻ ചെറുപ്പമാണ്, സഭ പഴയതാണ്, അപ്പം മല കയറിപ്പോണം. അപ്പം 4 മണിക്ക് ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങി 5 മണിയാകുമ്പോൾ അവിടെ ചെല്ലണം. 2 വലിയ മല കയറണം, ജീപ്പേ പോവുള്ളൂ, ഇങ്ങനെ കയറി പോകണം. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് 5 മുതൽ 7 മണി വരെ കോട്ടയം മീറ്റിങ്, അത് കഴിഞ്ഞ് തിരിച്ചു വരിക. അപ്പം സഭയിലെ ഒരച്ചായൻ്റെ ജീപ്പിലാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ എല്ലാവരും പോകാൻ ഒരുങ്ങി. ഞാൻ കുറച്ചുകൂടെ ചെറുപ്പമാണ്, ഇപ്പോഴും ചെറുപ്പമാണ് കേട്ടോ. പിന്നെ നാളൊരു തള ചോദിച്ചു 70 കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 50 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഉടനെ തർക്കം വരുന്നു. എൻ്റെ തള്ള 75-ലുള്ളതാ, കൂട്ടിരുന്നു ചുമ്മാ ഇരിക്കുകയല്ലേ. 1975 ഓഗസ്റ്റ് 13 രാത്രി 9:45 ജനിച്ചെന്നാ അമ്മ പറഞ്ഞു കേട്ടത്. അപ്പം അന്ന് കുറച്ചുകൂടെ ചെറുപ്പം. അപ്പം ഞാനും ജീപ്പിൻ്റെ ഫ്രണ്ടിൽ എന്നെ ഇരുത്തി, വേറെ 2 പേരുണ്ട്. അച്ചായൻ ഓടിക്കാൻ കയറി, പുറകിൽ വാളിരിപ്പുണ്ട്. അപ്പം ആ സഭയിൽ ഒരു സ്വാധുവായ ഒരമ്മ, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ, പേര് ഒന്നും പറയുന്നില്ല, നല്ല പ്രായമുണ്ട്, ഏതാണ്ട് 75 വയസ്സ് അന്ന് വരും. ഡ്രസ്സ് ഒന്നും അത്ര നല്ലതല്ല, അല്പം മുഷിഞ്ഞതാ. അമ്മയുടെ മക്കളാരും വിശ്വാസത്തിലല്ല. വടിയും കുത്തി വരിക, കുന്നു കയറി ഇവിടെ വന്ന് ഒന്നിച്ചു പോകാനില്ല. അമ്മ വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു, ജീപ്പ് സ്റ്റാർട്ടാക്കി. അന്നേരം അമ്മ കയറ്റം കയറി വരുന്നു. അപ്പോൾ ഈ ജീപ്പ് ഓടിച്ച അച്ചായൻ, കാശുള്ള അച്ചായനാ. അച്ചായൻ ഉടനെ അമ്മച്ചിയോട് പറയുക, ഈ അമ്മച്ചിയും അവരുടെ അപ്പനുമൊക്കെ ഇവരുടെ വീട്ടിലെ ജോലിക്കൊക്കെ ചെന്നിട്ടുള്ളതാണ്, അതിൻ്റെ ഒരു അധികാരമുണ്ട്. ഉടനെ പേര് വിളിച്ചേച്ച്, പുള്ളിയെക്കാളും ഒത്തിരി മൂത്തതാണ്, എന്നാലും പുള്ളി അങ്ങ് പേര് വിളിച്ചു. പേര് ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ആ പേര് പറയത്തില്ല, വേറൊരു പേര് പറയാം. ഞാൻ പറയുന്ന പേരല്ല. അത് പറഞ്ഞ ഇങ്ങനെ, എടീ പെണ്ണമ്മേ, നീ ഇനി യോഗത്തിന് വരണ്ട, ആള് കഴിഞ്ഞു, ഞങ്ങൾ പോയിട്ട് വരാം, നീ ഇനി ഇവിടെങ്ങാനും ഇരിക്കുന്നു പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പോയിട്ട്. ആ അമ്മ 4 കിലോമീറ്റർ നടന്നാ വന്ന്. ജീപ്പ് സ്റ്റാർട്ടാക്കി. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ജീപ്പ് നിർത്തിക്ക്, ഒരു കാര്യം മറന്നുപോയി, നിർത്തും, ഒരു കാര്യം മറന്നെടുക്കാൻ. എന്തുവാ പാസ്റ്ററെ? എടുത്തോണ്ട് വരാം, നിർത്താൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി വെച്ച്, ഞാൻ വേറെ പുസ്തകമായിട്ട് ഇറങ്ങി വെച്ച് അമ്മച്ചിയുടെ കൈക്ക് പിടിച്ച് വെച്ച് അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ ജീപ്പിൽ പോക്കോ, ഞാൻ അമ്മച്ചിയായിട്ട് പുറകെ വന്നേക്കാന്ന്. വേറെ പുസ്തകം വെച്ചോണ്ടായി പറഞ്ഞു. നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു, ഞാൻ പുറകെ വന്നേക്കാം. അപ്പോൾ ജീപ്പിനകത്ത് ഇട വന്നു. ഞാൻ പറഞ്ഞു, ആ ഇടയിൽ ഇനിയും കയറി ഇരിക്കുന്നില്ല, പോക്കോ. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങ് ഒതുങ്ങുക. അതുവരെ ഒതുങ്ങാത്തവനെല്ലാം അങ്ങ് ഭയങ്കര ഒതുക്കവാ. അന്നേരം ഞാൻ ഇന്ന് ഈ ജീപ്പിനകത്ത് കയറുന്നില്ല, വിട്ടു. ഞാനും ഇച്ചിരി, എനിക്ക് തെറ്റാണെന്നറിയാം, എന്നാലും ചില സന്ദർഭത്തിൽ അങ്ങനെ ഒക്കൂ. ഞാൻ അമ്മച്ചിയും വിളിച്ച് വേറൊരു വണ്ടി വിളിച്ച് വെച്ച് തളെ ടൗണിൽ കൊണ്ടുപോയി കാപ്പിയും മേടിച്ച് കൊടുത്തു, കുടിക്കാൻ പറഞ്ഞു. അപ്പം അതൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലാതെ പ്രാർത്ഥിച്ച് തുടങ്ങുകയല്ല. തുടങ്ങുക. പണ്ട് ഞങ്ങളുടെ കരുവാറ്റപ്പാപ്പൻ ചെയ്തപോലെ പുള്ളി വരുന്നതിന് മുന്നേ അങ്ങ് പ്രാർത്ഥിച്ച് തുടങ്ങി. 5 മിനിറ്റ് എങ്ങാണ്ട് പുള്ളി താമസിച്ചു, വണ്ടി ബ്ലോക്കായതാണ്. അവിടെ എല്ലാം മിടുക്കന്മാരാ. ഒരാളങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങി. പുള്ളി ഒന്നും മിണ്ടില്ല, പുള്ളി വന്നിരുന്നു. പുള്ളിയും കൂടെ പാടുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു. ശുശ്രൂഷകനാന്നൊരു ബഹുമാനമൊന്നും കൊടുത്തു. ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനമില്ലല്ലോ. എന്നാൽ വന്നപ്പോഴെങ്കിലും പുള്ളിയോട് പറയണ്ടേ. എന്നിട്ട് ഇവരങ്ങ് പുള്ളി ഒന്നും, പുള്ളി നല്ല മനുഷ്യനെ വേണ്ടി. ഒടുവിൽ പുള്ളിയോട് പറഞ്ഞു, അപ്പം 8 മണിക്ക് യോഗം തീരാൻ പോവുക. പുള്ളി വന്നാൽ വാതുക്കലായിരുന്നു, ഒരു വാതിലേ ഉള്ളൂ, വാതുക്കലായിരുന്നു. അവനീ പാസ് പ്രാർത്ഥിച്ച് ആശീർവാദം. പുള്ളി അങ്ങോട്ട് വാതിൽ അടഞ്ഞു വെച്ച് 2 കൈ പൊക്കി അങ്ങ് പ്രാർത്ഥിച്ചു. 1/2 മണിക്കൂർ
അതിലേ വേണം പുള്ളിയെ ഉരുട്ടിയിട്ടാൽ ചിറങ്ങി പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ പതുക്കെയാ ചെന്ന അമ്മച്ചിയായിട്ട്. ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ പ്രസംഗിച്ചു. പ്രസംഗിച്ചു, അത്ര മതി. ഈ പുൽപ്പിറ്റേ നിന്ന് എൻ്റെ ഭാഷയാ കേട്ടോ, പോയിന്റ് പറഞ്ഞാൽ പോരാ, ആ പറയുന്ന പോയിന്റ് അനുസരിച്ച് ഏറെക്കുറെയെങ്കിലും പോയിന്റൊക്കെ നല്ല പോയിന്റ്, ഡീപ്പാ. ചില പടത്തിൽ ചുമ്മാ പെടലിട്ട് വെട്ടിക്കുന്ന കണ്ട് നല്ല കാര്യം. പക്ഷേ നമ്മുടെ ജീവിതത്തിലും കൂടെ കുറേയൊക്കെ ഇത് പ്രാഗൽഭ്യമുള്ളത് കൊണ്ടാണ് പ്രസംഗിക്കുന്നത് കേട്ടോ. ദൈവത്തിന് മഹത്വം. പ്രാഗൽഭ്യമുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരെല്ലാം മോശക്കാരാന്നല്ല പറഞ്ഞതിൻ്റെ സാരവും. ഞാൻ നിങ്ങളുമെല്ലാം അങ്ങനെ ആകണം. ദൈവത്തിന് മഹത്വം. ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ ഒറ്റപ്പെട്ട് അന്യജാതിയിൽപ്പെട്ട സ്ത്രീയിൽ ജനിച്ചു, അവൻ ബുദ്ധിയില്ല, മുടന്തൊണ്ട്, മറ്റ് രാജ്യത്ത് ജനിച്ചു എന്നൊക്കെ പറഞ്ഞ് മാറ്റിക്കിട്ടവന് സമയമായപ്പോൾ ദൈവം മുന്നിൽ കൊണ്ടുവന്നു. ഇന്ന് രാത്രി ആർക്കും വേണ്ടെന്നും ആരും എന്നെ കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ഉപേക്ഷിക്കപ്പെട്ട് ഞാൻ അനാഥയാ, വിധവയാ, എന്നെ ആർക്കും താല്പര്യമില്ലെന്ന് ചിന്താഭാരത്തോടെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയരെ ഒന്ന് സമർപ്പിക്കുക ദൈവസന്നിധിയിൽ. ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. സമയമാകുമ്പോൾ ദൈവം നിന്നെ ആദരിക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ ക്ലോക്ക് ശരിയാണെങ്കിൽ 9 മതി. ബാക്കി ഒക്കുന്നെങ്കിൽ നാളെ പോരെ, മതി, അത് മതി. ദൈവത്തിൻ്റെ മകൻ. നിങ്ങളും അതായിരിക്കും സംസാരിച്ച്. അത് ഞാൻ കണ്ടു. ദൈവത്തിന് മഹത്വം. എനിക്ക് ഇച്ചിരി ബോധമൊക്കെ ഉണ്ട്, കണ്ടമാനം. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ആരെയും വിധിക്കണ്ട. നമുക്ക് നമ്മെ ഒന്ന് ശോധന ചെയ്യാം. ഓരോ യോഗം കഴിയുമ്പോഴും നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടട്ടെ. അത് നിങ്ങൾ മാത്രമല്ല, പ്രസംഗിക്കുന്ന ഞങ്ങളും. എന്നിട്ട് കർത്താവിൻ്റെ വരവിനൊരുങ്ങണം. ആരും കൈവിടപ്പെട്ടു പോകരുത്. എല്ലാവരും അവിടുത്തെ വരവിൽ ചേർത്ത് കൊള്ളണം. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവം അനുവദിച്ചാൽ നാളെ ഒരു 6:45 താവച്ചു മോനെ ദൈവദാസനെ, ഞാൻ നേരത്തെ വരാം. നാളെ നേരത്തെ ദൈവം അനുവദിച്ചാൽ വരാം. അപ്പോൾ ഒരു 6:45, 7:45, 8:45, 9:00.